തങ്ങളെ ഇത്രയും വിവാദം കത്തി നിൽക്കുമ്പോ ഇപ്പൊ തങ്ങൾ 21 കുടുംബത്തെ ഏറ്റെടുത്തു. ഏകദേശം 2 ഹൈന്ദവ മതത്തിലെ സുഹൃത്തുക്കളെ മക്കളെ കല്യാണം നടത്താൻ പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാമിദ് ആറ്റക്കോയ കാക്കായി ആ യെസ് എന്ന് പറയുന്നത് കണ്ടാൽ അറിയാം, ഒരു അറിവുള്ള ഒരു മുസ്ലിമിന് യോജിച്ച ശൈലിയേ അല്ലത്. ആ മുഖത്ത് നോക്കിയാൽ അറിയാം അതൊരു ഈമാനുള്ള മനുഷ്യന്റെ പരിപാടിയല്ല എന്നുള്ളത്. ആ മുഖം പറയുന്നുണ്ട് എന്ത്, അത് എന്തോ ഒരു അഹങ്കാരം പോലെ. ആളടിയിൽ ഇത് നടത്തുന്നത് ഹാമിദൊന്നല്ല. ഹാമിദ് അതിന്റെ ബാക്കിൽ നിന്നിട്ട് ആളുകൾ പൈസ കൊണ്ടേ കൊടുക്കുന്നു, ഹാമിദ് അത് ചെയ്യുന്നു. അല്ലാതെ ഹാമിദ് എന്തെങ്കിലും കൂലിപ്പണി എടുത്തിട്ടോ ഹാമിദ് എന്തെങ്കിലും പണിക്ക് പോയിക്കാണ്ടോ അല്ലത് നടത്തുന്നത്. ഹാമിദ് മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിട്ട് അതിലേക്ക് ഒരു 1000 രൂപ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. എന്നിട്ട് പറയാണ് എല്ലാം ഞാൻ നടത്തുന്നു എന്ന്. കൊടുക്കുന്ന ആരാ? ബാക്കിയുള്ള ആളുകൾ. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. ഇപ്പം തന്നെ അനാഥ കുട്ടികളെ ഏറ്റെടുക്കുന്നു. എങ്ങനെയാണ് തങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം തങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? അതിന് എനിക്കിതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. മൂപ്പര് പുതിയൊരു നയവുമായിട്ട് ഇറങ്ങിക്കണം. മൂപ്പർക്കെതിരെ പറയുന്നവരൊക്കെ എന്ത് ചെയ്യണം? കേസ് കൊടുക്കണം. അതിന് മൂപ്പർക്കെതിരെ ആ വ്യക്തിത്വത്തിന് ആരും ഇവിടെ പറയുന്നില്ല. വ്യക്തിപരമായിട്ട് ആരും മൂപ്പരെ അവഹേളിക്കാനും പോകുന്നില്ല. മൂപ്പര് പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലായതുകൊണ്ട് മാത്രമാണ് അതിനെ പ്രതിഷേധിക്കുന്നതും അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നതും. എന്താ പറഞ്ഞേ? ഒരു പ്രത്യേകത ഉണ്ടായിട്ടില്ലല്ലോ. അതന്നെയാണ് ഇപ്പൊ ഞങ്ങളും പറയണത്. നിങ്ങൾക്കൊരു പ്രത്യേകത ഇല്ലാന്ന്. അത് നിങ്ങളോട് മനസ്സിലാക്കിയ കഴിഞ്ഞ കാര്യം. നിങ്ങളെ ചോദ്യം പ്രസക്തി ഇല്ല. കാരണം ഏതിന്റെ ഇടയിൽ വിവാദത്തിന്റെ വിഷയമാണെങ്കിൽ അത് യൂട്യൂബർമാരുടെ വിവാദങ്ങള്. എന്നെ സംബന്ധിച്ച് എന്റെ ലൈവിൽ ആള് കുറവില്ല, എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല. പിന്നെ എനിക്കെന്താ പ്രശ്നം? എനിക്കൊന്നുമില്ല. ഇപ്പോൾ എത്തിയ മക്കൾക്ക് കൊടുക്കും, പാവങ്ങൾ കൊടുക്കുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നു. നമ്മളെ അത് നിങ്ങൾ പറഞ്ഞു നന്നായി. നിങ്ങളെ കാട്ടിലും നിങ്ങളെ പരിപാടികളൊക്കെ കണ്ടാല്, കാട്ടിക്കൂട്ടലും കണ്ടാല് നിങ്ങൾ സ്വന്തം പൈസ എടുത്തിട്ട് ചെയ്യണതാണ് ഇതൊക്കെ എന്ന് തോന്നിപ്പോവും. ആളുകളെടുത്ത് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. അത് എന്ത് ചെയ്യുക? പുറത്ത് വിട്ടിട്ട് അതിങ്ങനെ ആളുകളുടെ ഇടയ്ക്ക് ലൈവ് ആക്കിയിട്ടും വീഡിയോ എടുത്ത് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഡിമാൻഡ് കൂട്ടുക. എന്തിനാണ് ഇപ്പം അതിന്റെ ആവശ്യം? നിങ്ങളെടുത്ത് ആളുകൾ കൊടുന്നേരുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആളുകളെ കാണിക്കുന്നത്? വീണ്ടും കൊടുന്നേരാനല്ലേ. അപ്പൊ ഇതിന്നൊക്കെ നിങ്ങൾ കുറേശ്ശെ കൈപ്പറ്റുക എന്നല്ലാതെ ഇതിലേക്ക് നിങ്ങൾ എന്ത് കൊടുത്തു എന്നാണ് ചോദ്യം. നിങ്ങളെ വിമർശിക്കുന്നവർക്കെതിരെ കേസ് കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഇസ്ലാമിന് യോജിച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ നോക്കി. ഒരു കൈയോട് കിട്ടുമ്പോൾ മറ്റേ കൈയോട് നമ്മൾ കൊടുക്കുന്നു. തങ്ങൾ ഈ വിജയത്തിന് രഹസ്യം എന്താണ്? അതിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. തലക്കുള്ളിൽ വെളിവില്ലാത്ത കുറെ മനുഷ്യന്മാർ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത, എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാം ദീനി, എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ്, എന്താണ് പ്രവാചകൻ എന്നറിയാത്ത കുറെ ആളുകൾ ഇസ്ലാം നാമധാരികളായിട്ട് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം ഹാമിദിനെ പോലുള്ള ആളുകൾക്ക് വിജയം തന്നെ. അവർക്ക് സമ്പാദിക്കാം, ഇഷ്ടം പോലെ സമ്പാദിച്ച് ആർമാദിച്ച് ജീവിക്കാം. ഏത് പട്ടിണി കിടക്കുന്നവനും ഏത് പൈസ ഇല്ലാത്തവനും ഇങ്ങനത്തെ ഒരിടത്ത് കൊണ്ടേ കൊടുക്കാൻ പൈസ ഉണ്ടാവും. അല്ല ഹാമിദേ, ഈ സ്വലാത്തുൽ ഫാത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ വീഡിയോ എടുക്കുന്ന ആൾക്കൊന്ന് ചോദിച്ചൂടെ എന്താണ് സ്വലാത്തുൽ ഫാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? പ്രവാചകൻ എന്താണ് അങ്ങനെ ഒരു സ്വലാത്തുൽ ഫാത്തി പരിചയപ്പെടുത്തിയത്? അല്ലെങ്കിൽ സ്വഹാബാക്കള് സ്വലാത്തുൽ ഫാത്തി എവിടെയാണ് പരിചയപ്പെടുത്തിയെന്ന് ഒന്ന് ചോദിച്ചൂടേനോ? അത് ഇസ്ലാമിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാൻ ആരാ അവിടെ ഉള്ളത്? അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന തെറ്റെന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാവുന്നത്. മൂപ്പർ സ്വലാത്തുൽ ഫാത്തിയെ എന്നിട്ട് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ഇല്ലാണ്. എന്ത് സ്വലാത്ത്? എന്ത് സ്വലാത്തുൽ ഫാത്തിയെ? സ്വലാത്തുൽ ഫാത്തി എന്നാണ് കുറെ അതും വിളിച്ചാരെ, കുറെ ലൈവിൽ താത്താമാരെ വിളിച്ച, ഇതൊക്കെ പരിപാടി. വേറെ രഹസ്യമല്ല. പിന്നെ കുറെ ആൾക്കാർ ഇപ്പൊ എനിക്ക് കറാമത്തുണ്ട്, തങ്ങൾ പാപ്പാക്കടന്റെ മേത്തിച്ച്, അതൊന്നും അല്ല. ഹാമിദ് ഒരു പഠിച്ച വളവനാണെന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. മൂപ്പർക്കൊരു കഴിവില്ല എന്ന് മൂപ്പര് പറയും. കാരണം എന്താ പറയുക, കറാമത്തും പിന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളുടെ കാലഘട്ടം കഴിഞ്ഞു മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. മൂപ്പര് കാലത്തിനനുസരിച്ച് ഓടുന്ന പട്ടിക്ക് 1 മുഴം മുന്നേ എന്ന് പറയുന്ന രീതിയിലാണ് മൂപ്പരെ കാര്യങ്ങൾ നീക്കുന്നത്. മൂപ്പർക്ക് ഒരു കഴിവില്ല. എന്നിട്ട് മൂപ്പര് എന്ത് ചെയ്തു? ഒരു സ്വലാത്തുൽ ഫാത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി അവിടെ കൊടുത്തിട്ടു. അത് കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. തന്ത്രമുണ്ട് മൂപ്പർക്ക്. മൂപ്പരെ ബുദ്ധിയിൽ എന്നോ കൂലിപ്പണിക്ക് പോയിനന്നേ ഉള്ള തന്ത്രമാണിത്. എന്ത്? ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ഇവിടെ തുടങ്ങണം എന്നുള്ളത്. ആ തന്ത്രം എന്ത് ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ച ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂപ്പരെ കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ വിക്സ് വെക്കാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ആര്? മൂപ്പർക്ക് ഈ ചികിത്സ പഠിപ്പിച്ചു എന്ന് പറയുന്ന തങ്ങളെ മക്കള്. ഇതാണ് മൂപ്പരുടെ കാര്യം. റസൂലുള്ളാഹിന്റെ പേരിൽ സുബഹി സമയം കഴിഞ്ഞ സ്വലാത്താണ്. അപ്പോൾ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ കൊണ്ട് എന്ത് ചെയ്യും? സഹായിക്കും. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്.
അള്ളാന്റെ റസൂലിന്റെ പേര് സുബീന്റെ ശേഷം ആൾക്കാരെയും കൂട്ടിയാണ് സ്വലാത്ത് ചെല്ലുക, എന്നിട്ട് റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി കൊടുക്കുക എന്ന് ഇസ്ലാമിൽ എവിടെയാണ് പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂല് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ റസൂലിന് സ്വലാത്ത് ചെല്ലാൻ അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും എങ്കിൽ സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തിന്? കല്ല് പെറുക്കി വെച്ചിട്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് ദിക്ർ ചെല്ലുമ്പോൾ എണ്ണം പിടിക്കാൻ വേണ്ടി കല്ല് പെറുക്കി വെച്ച് എണ്ണിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ ആട്ടി ഓടിച്ചു എന്നാ പറയണത്. അങ്ങനത്തെ കാര്യങ്ങൾ വരെ ബിദഅത്താണ് എന്ന് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ ഇയാൾ എന്ത് ചെയ്യാൻ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് എന്തോ ചൊല്ലാണ്. അത് എന്ത് സ്വലാത്താണ്, ആര് പഠിപ്പിച്ചു എന്നുള്ളത് മൂപ്പര് ആരോടും പറയില്ല. അത് ആരെവിടുന്ന് കിട്ടിയെന്ന് മൂപ്പര് പറയില്ല. കാരണം അത് ഇസ്ലാമിനുള്ള കാര്യമല്ല. ഇസ്ലാമിലുള്ള കാര്യമാണെങ്കിൽ അത് എവിടുന്ന് കിട്ടി, ആര് കൊടുത്തു, എവിടുന്ന് വന്നു എന്നുള്ളത് പറയാം. കാരണം ഒന്നെങ്കിൽ ഹദീസിലുണ്ടാവും, അല്ലെങ്കിൽ ആയത്തിലുണ്ടാവും. ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്തൊരു കാര്യം ഇസ്ലാമിൽ എന്ത് ചെയ്യില്ല, ഒരു പുണ്യകർമ്മമായിട്ട് ആരും അംഗീകരിച്ചിട്ടുമില്ല, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ കുറെ യൂട്യൂബർമാരെ പൈസ കൊടുത്തിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി വരുന്നുണ്ടല്ലോ, അതിനെങ്ങനെ നേരിടുന്നു? അത് പറയുന്ന ഓലല്ലേ, അതോ അവരാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്? തെളിവ് ഓല് കൊടുന്നോട്ടെ, നമുക്ക് സന്തോഷമല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഓല് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഓല് ചെയ്യുന്നത്. അല്ല പോയാ ഇജ്ജിപ്പോ ഈ കാട്ടണൊക്കെ റീച്ച് കൂട്ടാനാണോ റീച്ച് കുറക്കാനാണോ? ഇജ്ജ് ലൈവില് കണ്ണടിയും വെച്ചുകൊണ്ട് ഇഞ്ഞ പ്രേമിച്ചാൻ ആരും ഇല്ല എന്ന് പറഞ്ഞെന്തിനാ? ലൈവിൽ വന്നിട്ട് താത്തമാരെ വിളിച്ച് വിവരശേഖരണം നടത്തുന്നതും ആളുകളെ അടുത്ത് പൈസ വാങ്ങിയിട്ട് അത് ബാക്കിയുള്ള പാവങ്ങൾക്കും മറ്റുള്ളവർക്കും കൊടുത്ത് അതിന്റെ വീഡിയോസ് എടുത്ത് പുറത്തു വിടുന്നതും ഒന്നും എന്തിനല്ല, റീച്ച് കൂട്ടാനല്ല, റീച്ച് കുറക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ഇവനെ കുറ്റം പറയുന്ന ആൾക്കാര് ഇടുന്ന വീഡിയോസ് അത് റീച്ച് കൂട്ടാൻ മാത്രം. ഇവ വലിയ ആത്മീയ നേതാവും മുസാഫിന്റെ നടുക്കല കണ്ടു. എവിടുന്നവനൊക്കെ വരുന്നത്? അതുകൊണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല വിഷമം അനുഭവിക്കുന്ന ഒരാള്. പിന്നെ ഈ ഒരു സമയത്തും ഇവിടെ ആള് കുറയുന്നില്ല, മറ്റുള്ള തങ്ങന്മാർക്ക് പണിയില്ലാന്ന് തങ്ങളല്ല ഓല അറിയുന്നത്. അതിനെങ്ങനെ കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞാണ് പറയുന്നത്. സാക്ഷര കേരളത്തിലെ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്ത മനുഷ്യന്മാര് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നിടത്തോളം കാലം, മുസ്ലിം പേരിട്ട് നടക്കുന്നിടത്തോളം കാലം, ഹാമിദ് എന്ന് പറയുന്ന ആള് വീട്ടിക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തച്ചാട്ടിയിട്ടും കാര്യമില്ല. കാരണം ഓല് വരും. ഓലെ സംബന്ധിച്ചിടത്തോളം ഓലും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധമില്ല. നിങ്ങൾ പറയാലോ ഇങ്ങനത്തെ എന്ത് ചെയ്യണ്ട, ആരും വരണ്ട. കാരണം എന്താ വെച്ചാല് നമുക്കൊക്കെ അള്ളാഹു ജീവിക്കാൻ വേണ്ടി ചെറിയ ചെറിയ നാമത്തെ റബ്ബ് തന്നിട്ടുണ്ട്. അപ്പൊ ഇജ്ജി ആൾക്കാരെ നിന്ന് കണ്ണിൽ വിക്സേജ് എന്നുള്ള ഒഴിച്ചു കണ്ട് പൈസ വാങ്ങണ പൈസ എന്നല്ലാതെ എന്ത് നിയമത്താണ് ഹാമിദ് എനിക്കുള്ളത്? ഇജ്ജൊന്ന് പറഞ്ഞ എവിടെയായിരുന്നു ഈ കൊറോണക്ക് മുമ്പ് അന്റെ നിയമത്ത് ഉണ്ടായിരുന്നത്? കൊറോണക്ക് മുമ്പ് അനക്കുണ്ടായിരുന്ന നിയമത്ത് ഇജ്ജൊന്ന് കാണിച്ചു തരുമോ? കൊറോണക്ക് ശേഷം ഇജ്ജി കണ്ണിൽ വിക്സും തേച്ച് കരഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയ പൈസ അല്ലാതെ എന്ത് നിയമത്ത് അനക്കുള്ളത് ഒന്ന് കാണിച്ചു തന്നാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ തങ്ങന്മാർക്കും പോയിക്കോളി, ഓൾക്ക് അള്ളാഹു നിയമത്തിയിട്ടില്ലേ? കാരണം നമ്മളൊരു ചികിത്സക്കാരനാണ്, നമ്മൾക്ക് കറാമത്തുണ്ട്. നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ പറയില്ല. സ്വലാത്തുൽ ഫാത്തിന് എന്തുണ്ട്, കറാമത്തുകളുണ്ട്. അപ്പൊ അതിന്റെ പ്രതിഫലം കൊണ്ട് എന്ത് ചെയ്യുന്നു, വരുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുന്നു. സ്വലാത്തുൽ ഫാത്തിന്റെ കറാമത്ത് കൊണ്ട് അള്ളാന്റെ റസൂല് ഒരസുഖം മാറ്റിയത്, പ്രവാചകന്റെ സ്വഹാബത്ത് ഒരസുഖം മാറ്റിയത് ഈ പറഞ്ഞ ഹാമിദ് കാണിച്ചു തരാണെങ്കിൽ ഓൻ പറഞ്ഞ പണി നടക്കും. ഹാമിദെ, കളവ് പറയണീന്, ഇസ്ലാമിനെതിരെ കളവ് പറയണീന് ഒരു പരിധി ഉണ്ട്. ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തിയിട്ട് ആർക്കെതിരെ കേസ് കൊടുത്തിട്ടും കാര്യമില്ല, അന്നെ വെറുതെ വിടൂല. വേറൊരു ഇതൊന്നും നമുക്കെത്തില്ല. അപ്പോ തങ്ങളെ ഹാമിദിന്റെ ഒടുക്കത്തെ നാടകമാണിത്. ഹാമിദിന് ഈ കോലത്തിൽ നാടകം കളിക്കാൻ അറിയെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കലാഭവനിൽ പോയിക്കണമെങ്കിൽ 10 റുപ്യ ഉണ്ടാക്കിയ ചെറുപ്പത്തിലെ. ഇപ്പൊ എന്താ പറയാ, എന്നാലും രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. കാരണം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ ഉള്ള വരുമാനം ഉണ്ടല്ലോ, അതിപ്പോ ഇനി എന്ത് ചെയ്താലും കിട്ടൂല. കാരണം ആളുകൾക്ക്, അന്ധവിശ്വാസികളായ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഇവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എങ്ങനെയും കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ട് എങ്ങനെയും കൊണ്ടുപോയി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഓല് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല, ഓലെ വിശ്വാസം ഹാമിദിന്റെ ഫാത്തിയുമാണ്. അല്ലാതെ ഇസ്ലാമില് എന്താണ് പറഞ്ഞത്, ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം, എന്തായിരിക്കണം മുസ്ലിം എന്നൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഒരു തങ്ങന്മാരുടെ വീട്ടിലും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു സംഭവം. പൈസ അടക്കേണ്ടതില്ല, ഇങ്ങോട്ട് വരേണ്ടതില്ല, ഇവിടെ നിങ്ങൾ തരേണ്ടതില്ല. ഇത് ഈ ഒരു ബോർഡ് വെക്കാനുള്ള ഒരു കാരണം എന്താ? ഇത് കണ്ടെങ്കിൽ ഇവിടെ ആത്മീയ ചൂഷണമില്ല. പൊന്നറാമിത് ആ ബോർഡുമ്പോ മാത്രം എഴുതി വെച്ചാൽ പോരാ, അന്റെ നെറ്റിമലും ഇജിടുന്ന കുപ്പായത്തുമലൊക്കെ ഒന്ന് എഴുതി വെക്കോണ്ടി. അതൊന്നല്ല, എന്റെ നെറ്റിമ വലുതാക്കി എഴുതി വെക്കുക. പിന്നെ ആ ഇട്ട ഷർട്ടുമലൊക്കെ ഒന്ന് എഴുതി വെച്ചടാ. എല്ലാ ഷർട്ടുമലും അച്ചടിച്ചാൽ എന്തായാലും എന്റെ അടുത്ത് പൈസ ഉണ്ട്. ആ പൈസ കൊണ്ട് ഇജിടുന്ന ഷർട്ടിലൊക്കെ എന്ത് ചെയ്തടാ, അങ്ങനെ ഫുള്ളായിട്ട് എഴുതി വെച്ചാ. ഇത് നടക്കണോട് ആൾക്കാർ കാണട്ടെ ഈ ഒരു സംഭവം. ആളുകൾ പറയുന്നുണ്ട് ആത്മീയ ചൂഷണം. അതെന്താണെങ്കിലും എപ്പോഴും എനിക്ക്
പിടുത്തം കെട്ടിയിട്ടില്ല. അതെന്താന്ന് പിടുത്തം കിട്ടണമെങ്കിൽ ഇജി യഥാർത്ഥ മുസ്ലിം ആവണം, എന്നാ എനിക്ക് പിടുത്തം കിട്ടും. അല്ലാത്തടത്തോളം കാലം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് പിടുത്തം കിട്ടൂല. ഇജി ഷിർക്കായിട്ടും കുഫറായിട്ടും തന്നെയാണ് ജീവിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. രണ്ടാം നിർബന്ധപൂർവ്വം ആരും ഇവിടെ വരേണ്ടതില്ല. ഒരാള് നമ്മൾ എന്തില്ല ഇവർക്ക് വിളിക്കണില്ല. മൂന്നാമത് ഇവിടെ ദുർമന്ത്രവാദം ബാധ ഒഴിപ്പിക്കല് അതെന്തില്ല ഇവിടെ ഇല്ല. അല്ല അമിത, പിന്നെ എന്റെ അടുത്ത് എന്ത് പരിപാടി ഉള്ളതെന്ന് വെച്ച് പറയട്ടെ. ഉള്ളതെന്ന് വെച്ച് പറയണില്ലല്ലോ, ഇല്ല ഇല്ല മാത്രമേ ഉള്ളൂ. ഉള്ളതൊന്ന് പറഞ്ഞാ ഒന്ന് കേക്കട്ടെ. പിന്നെ ഇവിടെ നടക്കുന്ന പാരമ്പര്യ അറബി ചികിത്സ ഞങ്ങൾ വാപ്പ തങ്ങന്മാരാ, തങ്ങൾ വാപ്പപ്പാര് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു. ഇത് വല്ലാത്ത കൂത്തായാലോ അമിതേ. എന്റെ വാപ്പാന്റെ വാപ്പയെ ആ വാപ്പാന്റെ വാപ്പ ആരെങ്കിലും അറബി ആയിനോ? ഇത് ഈ പാരമ്പര്യ അറബി ചികിത്സ അറിയാന് എന്താണ് ഈ അറബി ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പാരമ്പര്യ തങ്ങന്മാരാണെന്ന് വിചാരിച്ചോ? അള്ളാഹുവിന്റെ റസൂല് ഒരു പാരമ്പര്യ ചികിത്സ അറിയാണ്ട് എന്താണ് പഠിപ്പിച്ചത്? ഇതൊന്ന് പറഞ്ഞാ. ഇത് ഏത് ഇസ്ലാമാണ് പഠിച്ചത് അമിതേ? എന്തിനാണ് ഇസ്ലാമിനെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. അനക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിയെടുത്തൂടെ? ഇതിനൊക്കെ നാളെ മറുപടി പറയേണ്ടി വരൂലേ? തീരെ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്തൊരാള് കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ ആമിതാണെന്ന് പറയാം. കാരണം ഇസ്ലാമില് ഒന്നുമില്ലെങ്കിൽ മരിച്ചു പോയാല് ഓരോ ചെയ്ത കാര്യത്തിനും ചോദ്യം ചെയ്യപ്പെടുന്നു പറയുന്നുണ്ട്. ആ കാര്യത്തിലെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ആമിത് പച്ചക്കളവ് പറയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഇതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ആരും ഇങ്ങോട്ട് നിർബന്ധിച്ച് നമ്മൾ വെത്തുന്നില്ല, ആരും വരുവുമല്ല അല്ലെ. പിന്നെ അവസാനം രോഗം അള്ളാഹുവിന്റെ പരീക്ഷനാണ്, ശിഫ നൽകുന്നത് അള്ളയാണ്. അപ്പൊ എന്റെ ഒരാൾ കയറി വരുമ്പോ ഇത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ. ഹാമിദ് കാക്കായിനോട് ചോദിക്കാനുള്ളത്, എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ശിഫ നൽകുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കാര്യം ചെയ്യേ, കേരളത്തിലെ എല്ലാവർക്കും വിതരണം ചെയ്യേ. ഏതായാലും സ്വലാത്തുൽ ഫാത്തിഹ ഒന്നായിട്ട് വിതരണം ചെയ്യണ്ടല്ലോ ലൈവില്. ലൈവില് എല്ലാവർക്കും കൊടുത്തള. അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലുള്ള ആളുകളെങ്കിലും എന്ത് ചെയ്യട്ടെ, രക്ഷപ്പെടട്ടെ. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ, അതിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ മലപ്പുറത്തും കോഴിക്കോടൊക്കെ തന്നെ കാര്യം. ഇത് എന്ത് ചെയ്തളാ, ഈ കോഴിക്കോടും മലപ്പുറത്തുള്ള ആൾക്കാർ ഈ സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് 4 ഭാഗത്തുകൊണ്ട് എറിഞ്ഞിട്ട് ഇവിടെയുള്ള ഹോസ്പിറ്റലുകളും ഇവിടുത്തെ ക്ലിനിക്കുകളൊക്കെ പോട്ടെ. എന്തിനാ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങണത്? എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കണേ. അതിനെ പോലെ ഒരാൾ സ്വലാത്തുൽ ഫാത്തിഹ ആയിട്ട് ഇരിക്കുമ്പോഴേ എന്തിനാ ആൾക്കാർ ഈ പൊട്ടത്തരം കാട്ടണേ ഞാൻ ആലോചിക്കണേ. വല്ലാത്ത ജാതി തന്നെ, ആൾക്കാർക്ക് തീരാൻ തരില്ല കേട്ടോ. ആകെ ബുദ്ധിയുള്ള ആള് കേരളത്തിലുണ്ടെങ്കിൽ അത് ആമി തന്നെ, മുത്തുമണി. അല്ലാഹു ബർക്കത്ത്. പിന്നെ തങ്ങള് ഒരു കേസുമായി ഒരു സംഗതി പെട്ടിരുന്നല്ലോ റമദാനില് ഒരു സ്ത്രീയുമായിട്ട്. തെറ്റാണ്. ഖുർആൻ ഓതിയാണ് തെറ്റിച്ചു കണ്ട് ഞാൻ അങ്ങനെ ഓതിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ആദ്യം ഞാൻ ഓതിയത് ട്രോളർമാർക്ക് ട്രോളാൻ വേണ്ടിയാണ്, തെറ്റിച്ച് ഓതിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ ഓതിയിട്ട് തന്നെ ഇല്ല എന്ന് കളവ് പറഞ്ഞ് പച്ച കളവ് ഖുർആന്റെ പേരിൽ പറഞ്ഞ മനുഷ്യന് തെറ്റാണെന്ന് 3 അക്ഷരം പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? എന്തിനാണ് ആമിത് എങ്ങനെ കളവ് പറയണത്? തെറ്റാണ്. എന്ത് കേസ്? ആ ഒരു സ്ത്രീ ഉന്നയിച്ചൊരു കേസ്, എന്ത് കേസ്? ഇവിടെ ആത്മീയ ചൂഷണം നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ചികിത്സ നടക്കുന്നുണ്ട്. കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക്. കേസ് എന്ന് പറഞ്ഞത്, കേസ് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസുമാർ വന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് കേസ് എന്ന് പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കേസ് കെട്ടുമായിട്ട് എനിക്കെതിരെ ആരും എന്തില്ല ഒരു കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അന്വേഷണം നേടാം. എനിക്ക് ഒരു കാര്യം യൂട്യൂബർമാരോടും എന്നെ വിമർശിക്കുന്നവരോടും ഒരു കാര്യം അവസാനമായിട്ട് പറയാനുള്ള എന്താ അറിയോ, നിങ്ങള് പിന്നെ ഇപ്പോ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ ഇന്ന് രാവിലെ ഒരമ്മ തന്നെ ഇവിടെ വളരെ പ്രായമായ അമ്മ കൂടെ എല്ലാ സുഹൃത്തോട് വെച്ചു, നമ്മ തങ്ങൾപ്പാപ്പ വന്നു വെച്ചു. അപ്പൊ തങ്ങൾപ്പാപ്പ എവിടുക്കാ പോയി വെച്ചു. അപ്പോഴല്ലേ തങ്ങൾപ്പാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാൻ ഒരുപാട് വഴിപാട് നടത്തിയിട്ടുണ്ടെന്നാ. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അമിതേ. ഇയും ഈ പറഞ്ഞ ആളുകളും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. അവര് മറ്റോടത്ത് പോയി ചെയ്യണത് എൻ്റെ അടുത്ത് വന്നാലും നടക്കും. അപ്പൊ എൻ്റെ അടുത്തേക്ക് വരുന്നു, അത്ര തന്നെ ഉള്ളൂ. അതിൽ വലിയൊരു കുതിരത്തായിട്ട് കാണൊന്നും വേണ്ട. ആ വിശ്വാസവും ഈ വിശ്വാസം തമ്മിലൊരു ബന്ധമില്ല, ഇയും ഇസ്ലാമും തമ്മിലൊരു ബന്ധമില്ല. പിന്നെ എന്താ എന്തോ ആവാൻ എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ അറിയോ, ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് ഒരു ധൈര്യമാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതിന് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ ഒരാൾക്കും പോകാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവ് സഹിതം ഉന്നയിക്കുക. അല്ലാഹു എല്ലാവർക്കും നല്ല കൽബ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.
പൊന്നാറാമിത അനക്കെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിനെതിരാണ് കാട്ടുന്നത് എന്നുള്ളതാണ് ഒരു ആരോപണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ കാണിക്കുന്ന കാര്യത്തില് ഇസ്ലാം എന്ത് ബന്ധാണുള്ളത്, അള്ളാന്റെ റസൂലിന് എന്ത് ബന്ധാണുള്ളത്, ഈയും റസൂലും തമ്മിൽ എന്ത് ബന്ധാണുള്ളത്, ഈയും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധാണുള്ളത്? ഇജ് സിൽസില എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. സിൽസില എഴുതി വെക്കണ്ട, ഈ സിൽസില ഒന്നാണ് പറഞ്ഞ ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അന്റെ സിൽസില ഒന്നാണ് പറയ്, എന്നിട്ട് അത് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് എത്തട്ടെ. അതിനുള്ളൊരു വിദ്യാഭ്യാസമെങ്കിലും അനക്കുണ്ടെങ്കിൽ എന്നെ സമ്മതിച്ചു. അതുമില്ലല്ലോ.